ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ രീതിയിൽ കരിമീൻ പൊള്ളിച്ചതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്യുന്ന ഒന്നാണ്, പക്ഷേ നമുക്കിന്ന് അത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ്, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കരിമീനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ഉണ്ട് കേട്ടോ, ഒരെണ്ണം 1/2 കിലോ വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വരഞ്ഞു കൊടുക്കാം. ഇത് നമ്മൾ നന്നായി ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മാത്രമേ മസാലയൊക്കെ ഇതിലേക്ക് കയറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിങ്ങനെ 2 സൈഡും നമ്മൾ വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതേപോലെ വരഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് 2 കരിമീൻ ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 2 കരിമീനും നന്നായി വരഞ്ഞു വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന മീൻ എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുക്കാൻ. എനിക്കിപ്പോൾ ഇവിടെ 2 കരിമീനാണെങ്കിലും അത് 1 കിലോ ഉണ്ട്. അപ്പോൾ അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. മാരിനേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് അല്പം ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് അല്പം വെള്ളോട്ടാ, കൂടി പോകരുത്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാം. അതിനാണ് നമ്മളിങ്ങനെ ശരിക്കും ഇങ്ങനെ വരഞ്ഞു കൊടുത്തത്. ഉണ്ടോ? ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ മീനും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്ര നേരം വയ്ക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ കേട്ടോ ഇതിന് ടേസ്റ്റ്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാട്ടോ ഇത് വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. അധികം ടൈം നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡും ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിത് വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഫ്രൈ പാനിൽ നിന്നും ഈ മീനെടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമ്മൾ ഈ മീൻ വറുത്തെടുത്ത അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 300 ഗ്രാം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി നിങ്ങൾക്ക് എടുക്കാൻ ഇത്ര ഇല്ലെങ്കിൽ ഒരു സവാള അതിൻ്റെ കൂടെ അരിഞ്ഞിടാം കേട്ടോ. ചുവന്നുള്ളി തന്നെ വേണം നിർബന്ധമില്ല, പക്ഷെ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് ഈ ചെറിയുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. ചെറിയുള്ളി അധികം ഫ്രൈ ആവരുത് കേട്ടോ, മൂത്ത് പോകരുത്. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കണ്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 തക്കാളി ചെറുതായി അരിഞ്ഞതാട്ടോ.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞു. കണ്ടോ, തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ, വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അതിടാം, ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ നമ്മൾ മീനിൽ മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മസാലയാണ്, മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഇടാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ മീനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതൊന്ന് കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റാട്ടോ, ഇത് മതി. ഇപ്പോൾ മസാലയെല്ലാം ഒന്ന് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് വാഴയില വാട്ടിയെടുക്കണം. എങ്കിൽ നമുക്ക് ശരിക്ക് ആ മീൻ ഇതിനകത്ത് വെച്ച് പൊതിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം പൊള്ളിച്ചെടുക്കാൻ. ആദ്യം നമ്മൾ വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് ഞാനൊരു വേറൊരു ചെറിയ വാഴയില കൂടെ വയ്ക്കുന്നുണ്ട്. കാരണം ഇനി നമ്മൾ വെച്ച് പൊതിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പൊട്ടാൻ ഇടവരാതിരിക്കാനും പിന്നെ അതിൽ കൂടെ നമ്മളുടെ മസാലകളൊക്കെ പുറത്തേക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ട് വെച്ചതാട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മീൻ വയ്ക്കുന്നതിന് ആവശ്യമായ വലിപ്പത്തിൽ വേണം കേട്ടോ മസാല വയ്ക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് മീൻ വയ്ക്കാം. ഇനി ഇതിൻ്റെ മീതെ വീണ്ടും നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് പൊതിയാം. ഇപ്പോൾ നമ്മളിത് പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് വാഴയുടെ നാര് കൊണ്ട് ഇതൊന്ന് കെട്ടാം. ഇപ്പോൾ ഞാനിത് വാഴനാര് കൊണ്ട് കെട്ടിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് അടുത്ത മീനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ മീൻ വാഴയിലയിൽ വെച്ച് കൊടുക്കാം. വാഴയിലയിൽ പൊതിഞ്ഞ് വന്നപ്പോൾ ഫ്രൈ പാനിൽ ഒരെണ്ണേ വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിടാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത മീനും ഇതേപോലെ തന്നെ പൊള്ളിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2 കരിമീനും പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് തുറക്കാം. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ.
ആഹാ, ആഹാ, അടിപൊളി വാഴയിലയുടെയും ഗ്രേവിയുടെയും എല്ലാം കൂടെ നല്ല മണം. അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങൾ ആദ്യമായാണ് ജുലീനാസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.